ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതരാണി ടാരോ ഹീലിംഗ് ചാനൽ. ഇന്ന് നമുക്ക് ഡിവൈൻ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആവുകയില്ല. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ദ ചാരിയറ്റ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് വാൻസ്, ജഡ്ജ്മെൻറ്റ് ആൻഡ് 10 ഓഫ് സോഡ്സ്. പിന്നെ കിട്ടിയത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് കപ്സ്. ഇത്രയും കാർഡ്സാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ചാരിറ്റിൽ പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം അഥവാ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് എന്താണോ അത് ചെയ്യാനുള്ള ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആണ്, ധാരാളം വിസ്ഡം നിങ്ങളിലുണ്ട് എന്നാണ് കാണുന്നത്. ലക്ഷ്യത്തിൽ എങ്ങനെയും എത്തിച്ചേരുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള വിൽ പവർ ഇവിടെ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ധാരാളം ഉള്ളവരാണ്, കറേജ് ഉള്ളവരാണ് എന്നൊക്കെയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. നിങ്ങളെ ഇതിനായിട്ട് യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്തിച്ചേരാൻ പറ്റും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. സോ യു ആർ സോ പവർഫുൾ. നിങ്ങൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഇൻ യാങ് എനർജിയൊക്കെ ബാലൻസിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് ഒരു യാത്രയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നിങ്ങളുടെ ലക്ഷ്യം എന്നത് കുറേയേറെ പേരെ ഗൈഡ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് കേട്ടോ. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ലീഡറായിട്ട് നിന്ന് നിറവേറ്റുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് അത്രയേറെ കഴിവാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. നിങ്ങളെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുകയില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടവരാണ് നിങ്ങൾ. അത്രയേറെ ഇന്നർ സ്ട്രെങ്ത് ഉള്ളവരാണ് നിങ്ങളൊരു വാരിയർ തന്നെയാണ്, ഒരു പോരാളി തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഡിവൈൻലി ഗൈഡഡ് ആണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡിവൈൻ കരുതി കൂട്ടി വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെയധികം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട്, പ്രൊട്ടക്ഷനും നിങ്ങൾക്കുള്ളതായിട്ടാണ് ഇവിടെ പറയുന്നത്. പലതരത്തിലുള്ള ആളുകൾ നിങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതെല്ലാം നിങ്ങൾക്ക് വളരെയധികം സക്സസ്ഫുള്ളായി തന്നെ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ധാരാളം ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. നമ്മളിവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൽ അതാണ് ഇവിടെ കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് സ്വത്തൊക്കെ ഭാഗം വയ്ക്കുന്നതിൻ്റെ ഒരു എനർജിയൊക്കെ ഇന്ന് നിങ്ങളിലോട്ട് കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ധാരാളം അബണ്ടൻസ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര സന്തോഷമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികളുമായിട്ടൊക്കെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങളുടെ പാരൻസിനെ നന്നായിട്ട് കെയർ ചെയ്യുന്ന പേഴ്സണായിട്ടാണ് ഇവിടെ നിങ്ങളെ കണക്റ്റ് ആവുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ സെലിബ്രേഷനിലൊക്കെ നിങ്ങൾ ഇന്ന് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു പാർട്ടിയിലൊക്കെ പങ്കെടുക്കാനുള്ള എനർജി കണക്റ്റായി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കപ്പിൾസ് ഒക്കെ വളരെയധികം കെയറിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു, വളരെ ലവബിളായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ പെറ്റിനെയൊക്കെ വാങ്ങാനുള്ള സാധ്യത ഇന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളിലോട്ട് ധാരാളം സമ്പൽ സമൃദ്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ ഈ വളർച്ചയിൽ വളരെയധികം സന്തോഷത്തിലാണെന്ന് കാണുന്നുണ്ട്. അവരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള ആയിട്ടൊക്കെയുള്ള ഒരു സമയമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. അവർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളെ കാണുമ്പോഴേക്കും തന്നെ അവർ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ വളരെയധികം യൂത്ത്ഫുൾ എനർജി ഉള്ളവരായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊരു ഭയങ്കരമായിട്ടുള്ള ഇപ്പം നമ്മുടെ ചാരിറ്റിലും അത് തന്നെയാണ് കാണുന്നത്. ഇവിടെയും ഒരു വാരിയർ ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അത്രയേറെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുള്ളവരാണ്. നിങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളെയൊക്കെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നവരാണ് നിങ്ങൾ. പിന്നെ നിങ്ങളിപ്പം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കത്തില്ല നിൽക്കുന്നത്. കാരണം കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇമോഷണലി കുറച്ച് ഡൗൺ ആണെന്ന് കാണുന്നുണ്ട്.
ഇതൊക്കെ നിങ്ങളിൽ വല്ല നിങ്ങളുടെ ചുറ്റിനും ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങളുടെ ലക്ഷ്യത്തെ തടയാനായിട്ട് അനുവദിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അത്രയേറെ എനർജിയാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ലൈഫ് ഗോൾസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. അതെല്ലാം നിറവേറും കേട്ടോ. അതൊക്കെ നേടിയെടുക്കാനുള്ള കഠിന പ്രയത്നത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങളൊരു ഇമ്മച്യൂർ ആയിട്ടുള്ളൊരു ക്യാരക്ടറിലോട്ട്, അതായത് കുട്ടികളെ പോലെ പെരുമാറാനുള്ളൊക്കെ ഒരു സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഹെൽത്തിലൊക്കെ നന്നായിട്ട് കോൺഷ്യസ് ആണ് നിങ്ങൾ. വളരെയധികം ഹെൽത്ത് കെയർ ഒക്കെ ചെയ്യുന്നവരാണ്. ഇനി നിങ്ങൾ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഇടയ്ക്ക് നിങ്ങൾ പാസ്റ്റിലെ ഓർമ്മകളിലൊക്കെ വഴുതി വീഴുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ തിരിച്ച് നിങ്ങളെ തന്നെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റിയും നിങ്ങളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന കരിയറിലൊക്കെ പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ കരിയറിലുള്ള കരിയറിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ള ചിന്തയിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പുതിയ ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെന്റ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ടൈമാണ്, കറക്റ്റ് ടൈമാണ്. പുതിയ മെത്തേഡ്സ് ഒക്കെ സ്വീകരിക്കുക, ഐഡിയാസ് ഒക്കെ ഒന്ന് മാറ്റി ചിന്തിക്കുക എന്നൊക്കെ കാണുന്നുണ്ട്. ആ ഒരു ഐഡിയ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരുപാട് നിങ്ങളുടെ ഗ്രോത്തിനെ സഹായിക്കും എന്നാണ് കാണുന്നത്. അത് സക്സസിലോട്ട് കൊണ്ടെത്തിക്കും എന്നാണ് കാണുന്നത്. നിങ്ങളിലോട്ട് ഒരുപാട് ഹാപ്പി ന്യൂസുകൾ ഇന്ന് വരാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇന്നൊരു കാര്യം തുടങ്ങാനുള്ളൊരു ദൈവ നിയോഗം കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇതൊരു ദൈവവിളിയായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആണത്. അത് നിങ്ങൾ സ്വീകരിക്കുക, ഡിവൈനിലോട്ട് സറണ്ടർ ചെയ്യുക. ബാക്കിയെല്ലാം ഡിവൈൻ തന്നെ നോക്കിക്കോളും. നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒക്കെ ഒരു നീതി പ്രതീക്ഷിക്കാം എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ ഒരു പുതിയ ലെവലിലോട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഉത്തരവാദിത്തങ്ങൾ കുറച്ചേറെ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനെല്ലാം ഒരു ന്യായം കിട്ടുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ അലട്ടിയിരുന്ന പല വേദനകളും അവസാനിക്കാനുള്ള സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ 10 of Swords, നിങ്ങളുടെ വേദനകളെല്ലാം ഇവിടെ അവസാനിക്കുന്നു. അതൊരു അവസാനത്തിന്റെ കാർഡാണ് കേട്ടോ. എല്ലാത്തിനും അവസാനമാണ് ഇവിടെ കാണുന്നത്. ഇനി ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളാണ് നിങ്ങളെ ഫോളോ ചെയ്ത് വരുന്നതെന്നാണ് കാണുന്നത്. നിങ്ങളെ അലട്ടിയിരുന്ന സകല പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് മോചനം വരുന്നു. വേദന നൽകിയ എല്ലാ സാഹചര്യങ്ങളിൽ നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോകുന്നു. ഒരു പുനർജന്മമാണ് ഇനി നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. ഒരു ന്യൂ വേർഷനിലോട്ടാണ് നിങ്ങൾ കണക്റ്റ് ആകുന്നത്. ബാഡ് കർമാസ് എല്ലാം ഇവിടെ അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് റിവാർഡ്സിനുള്ള, നിങ്ങൾ ചെയ്ത നല്ല പുണ്യപ്രവൃത്തികളുടെ എല്ലാം റിവാർഡ്സിനുള്ള ടൈം ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ പിന്നെ ഹീലിംഗ് പ്രോസസ്സ് എല്ലാം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് നിർത്തേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കി പുതിയ ബിഗിനിങ്ങിലോട്ട് നിങ്ങൾ കണക്റ്റ് ആവാനുള്ള ഒരു പുതിയ എനർജി അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി വരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ നേരത്തെ നമ്മൾ ഇപ്പം എൻഡിങ് ആയിട്ട് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ തന്നെ അതായിട്ട് തന്നെ നമുക്കിവിടെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, അതായത് പുതിയ ഒരു ധനസമ്പാദനത്തിനുള്ള ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ജഡ്ജ്മെന്റിൽ പറഞ്ഞതുപോലെ ദൈവനിയോഗത്താൽ നിങ്ങൾ ചെയ്യുന്ന കരിയറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഗെയിൻ വരുന്ന വഴിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു അബണ്ടൻസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. വളരെയധികം ഹാപ്പിയായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു എനർജിയാണ്. ഇതൊരു ദൈവപാതയാണ് കേട്ടോ. അത് ഈശ്വരനാൽ തെളിയിക്കപ്പെട്ട ഒരു പാതയാണിത്. അവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഡിവൈൻ സ്വയം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ജീവിതം മെറ്റീരിയലിസ്റ്റിക്കലി സാറ്റിസ്ഫൈഡ് ആകുന്ന എനർജി ഉണ്ട്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും പരിശുദ്ധി നിറഞ്ഞതാണ്. അതിവിടെ എടുത്തു പറയുന്നുണ്ട്. ഒത്തിരി ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ളവരാണ്. അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും.
പലരെയും നിങ്ങൾ ജീവിതത്തിന് കൈപിടിച്ച് ഉയർത്തേണ്ടവരാണ്. നിങ്ങളുടെ ലൈഫ് പർപ്പസാണ് കേട്ടോ അത്. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. പിന്നെ നിങ്ങളിവിടെ നിങ്ങൾ ഇമോഷണൽ ബാഗേജസ് എല്ലാം ഓവർകം ചെയ്ത് പുതിയൊരു ലെവലിലോട്ട് പുതിയൊരാളായിട്ട് നിങ്ങൾ മാറുന്ന എനർജിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് കേട്ടോ. നിങ്ങളുടെ പാസ്റ്റിലുള്ള എല്ലാ വേദനകളെയും നിങ്ങൾ ദൂരെ കളഞ്ഞ് നിങ്ങൾ പുതിയൊരു ലൈഫ് പർപ്പസിലോട്ട് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. ആത്മീയതയിൽ നിങ്ങൾ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പിന്നെ നേച്ചറുമായിട്ട് ഒരുപാട് അടുക്കുന്നുണ്ട് കേട്ടോ. പ്രകൃതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു എനർജി ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. അനീതിക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഭൂമി ദേവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. മേ ബി അത് മരം വെച്ച് പിടിപ്പിക്കാനുള്ള എനർജിയൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് അതിനുള്ള എനർജി വളരെയധികം ഉണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ ഭൂമി ദേവിക്ക് ഒരു ഹീലിംഗ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളുകളായിട്ടാണ് നിങ്ങളിവിടെ കണക്റ്റ് ആവുന്നത് കേട്ടോ. നിങ്ങൾക്ക് ധാരാളം ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്രയേറെ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ശ്രീകൃഷ്ണാസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്യൂരിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്യൂരിറ്റിയിൽ പറയുന്നത് നിങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും വാക്കുകളിലും നിങ്ങൾ ശുദ്ധത നിറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ഉറപ്പായി കിട്ടുന്നതാണ്. നിങ്ങളെ നന്നായിട്ടൊന്ന് പ്യുവറാക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി പ്യുവറായിട്ടുള്ള പേഴ്സൺസ് ആണ് എങ്കിലും വാക്കുകളിലും പ്രവൃത്തിയിലും ഒന്നുകൂടെ അതിന് ഉറപ്പ് വരുത്തുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളിലോട്ട് സൂര്യൻ ഉദിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിങ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ഓഫ് യു. എല്ലാവർക്കും നിങ്ങളുടെ ലൈഫ് പർപ്പസിലൂടെ പുതിയ പാത കണ്ടെത്തി പലർക്കും താങ്ങുതണലുമാകാനുള്ള പ്രചോദനം നിങ്ങൾക്കുണ്ടാകട്ടെ. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. അബൻഡൻസിൽ തന്നെ നിങ്ങൾ ജീവിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു വെരി മച്ച്.